നമസ്കാരം. പാത്തുമ്മായുടെ ആട്, അധ്യായം 3. അപ്പോൾ പാത്തുമ്മായുടെ ആട് നേരായി പ്രസവിക്കാൻ പോകുകയാണ്. നല്ല കാര്യം, പ്രസവിക്കട്ടെ. എനിക്ക് സന്തോഷമായി. പ്രസവം എപ്പോഴാണ്? ആനുമ്മ എൻ്റെ മുറി അടിച്ചുവാരി കിടക്ക തട്ടിക്കുടഞ്ഞ് വെയിലത്തിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആടിന് വല്ലതും കൊടുത്തോ പെണ്ണേ? അതിന് കഞ്ഞിവെള്ളം കൊടുത്തു എന്ന് ആനുമ്മ പറഞ്ഞു. കഞ്ഞിവെള്ളം തന്നെ പോരാ, അതിന് പുല്ല് കൊടുക്കണം. കുറേ പിണ്ണാക്ക് വാങ്ങിച്ച് വെള്ളത്തിൽ കുതിർത്തി കൊടുക്കുന്നത് ഉത്തമം. ഈ നിർദ്ദേശങ്ങൾക്കു ശേഷം കുറേ അധികം പഴത്തൊലിയും ഒരു ചെറിയ പഴവും ആടിന് കൊടുക്കാനായി ആനുമ്മയെ ഏൽപ്പിച്ചു. ആനുമ്മ അരുമയോടെ എൻ്റെ കൺമുൻപിൽ വച്ച് തന്നെ ആടിന് കൊടുക്കുകയും ചെയ്തു. പക്ഷേ പെണ്ണുങ്ങൾക്ക് എന്തോ ഭീമമായ അബദ്ധം പറ്റി എന്നെനിക്ക് തോന്നി. അഥാറിറ്റികൾ പെൺവർഗം തന്നെ, ഇതു ഞാൻ സമ്മതിക്കുന്നുണ്ട്. എന്നാലും ഗർഭസംബന്ധമായി പെണ്ണുങ്ങൾക്ക് വലിയ ഒരു പിശക് പറ്റിയിരിക്കുന്നു. എനിക്കെന്തെന്നില്ലാത്ത ആഹ്ലാദമുണ്ടായി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ആടിന് ഗർഭമില്ല. വയറ് നന്നേ ചൊട്ടിയിരിക്കുന്നു. ആട് ചാമ്പമര ചുവട്ടിൽ വീണ് കിടക്കുന്ന ചാമ്പങ്ങ തിന്നുകയാണ്. കൂട്ടത്തിൽ ഉമ്മായുമുണ്ട്. ഉമ്മ ചാമ്പങ്ങ പെറുക്കിയെടുക്കുകയാണ്. ചുവന്ന വലിയ മഞ്ഞുതുള്ളികൾ പോലെ പച്ചിലകളുടെ ഇടയിൽ ഇറിഞ്ഞില് പോലെ ചാമ്പങ്ങയുമുണ്ട്. എൻ്റെ നേരെ മുൻപിൽ മുറ്റത്തിന് തൊട്ടടുത്ത് എൻ്റെ രക്തത്തുള്ളികൾ. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ വരുന്നു പാത്തുമ്മ. അത്ഭുതം തന്നെ, കൂട്ടത്തിൽ ഒരാടുമുണ്ട്, ഖദീജായും. എന്നാൽ പാത്തുമ്മയുടെ കൂടെ വരുന്ന ആടിന് ഗർഭമുണ്ട്. ഞാൻ ആനുമ്മയോട് ചോദിച്ചു, ഈ ആടേത്? ആനുമ്മ പറഞ്ഞു, ഇതെൻ്റെതാ, ഇത്താത്ത തന്നത്. പാത്തുമ്മ ആനുമ്മയ്ക്ക് കൊടുത്തതാണ്. ഉമ്മ പറഞ്ഞു, പാത്തുമ്മയുടെ ആടിൻ്റെ മൂത്ത മകളാ. അപ്പോൾ ആനുമ്മയ്ക്കും ഒരാടുണ്ട്. അത് എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസം. എന്നിട്ടും ഞാൻ അതറിഞ്ഞില്ല. രണ്ടിനെയും വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. രണ്ടും തവിട്ടു നിറത്തിൽ ഒരുപോലെ തന്നെ. പിന്നെ ഞാൻ ശരിക്കു നോക്കിയപ്പോൾ പാത്തുമ്മായുടെ ആടിൻ്റെ കണ്ണുകൾക്ക് ചുറ്റും ഒരു കറുത്ത പാടുണ്ട്. വന്ന പാടെ ആട് ഓടി പുരയ്ക്കകത്ത് കയറി. പാത്തുമ്മായോട് ഞാൻ ചോദിച്ചു, എന്താ പാത്തുമ്മ ആടും നീയും ഇന്നിത്ര താമസിച്ചത്? പാത്തുമ്മ സംഗതി വ്യക്തമാക്കി. കൊച്ചുണ്ണി വാങ്ങിച്ചു കൊടുക്കുന്ന പുല്ല് മതിയാകുന്നില്ല. ഗർഭമുള്ളതല്ലേ, അതുകൊണ്ട് ചില പറമ്പുകളിലും പാടത്തും പോയി മറ്റുള്ളവർ പറിക്കുന്നതിന് മുൻപ് നേരത്തെ ആടിന് പുല്ല് പറിച്ചു കൊടുത്തു. പാത്തുമ്മ അപ്പുറത്ത് പോയി നാത്തൂന്മാരോടും അനിയത്തിയോടും തട്ടിക്കയറി. പാത്തുമ്മയുടെ ആടിന് വെച്ചിരുന്ന കഞ്ഞിവെള്ളം പോരാ, അതവളെടുത്ത് അവിടെ ആടിന് കൊടുത്ത്. എന്നാൽ നാത്തൂന്മാരൊന്ന് നോക്കണ്ടേ? ഒരു നാത്തൂൻ പോരെ കേൾക്കാമെന്ന് ഞാൻ കൊതിച്ചു. നാത്തൂൻ പോരോ അമ്മായി പോരോ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉമ്മായുടെ ശബ്ദം മാത്രമേ കേൾക്കൂ. എല്ലാവരെയും കണക്കിന് ശാസിക്കും. അപ്പോൾ ആനുമ്മായുടെ ശബ്ദം കേട്ടു, എൻ്റെ ആടിന് കഞ്ഞിവെള്ളം കുറച്ചേ കൊടുത്തുള്ളൂ, കുറച്ച് ഞങ്ങൾ കുടിച്ചു, ബാക്കി വെച്ചിരുന്നു. ഞാൻ കൊടുത്ത പഴത്തൊലി ആനുമ്മായുടെ ആടാണ് തിന്നതെന്ന പരമരഹസ്യം ആരോടും ഞാൻ പറഞ്ഞില്ല. മതി, നീ ഒന്നും പറയണ്ട. പാത്തുമ്മായുടെ പരാതിയാണ്. ഉമ്മാക്കും എന്നോടിഷ്ടമില്ല. എടീ, ഉമ്മ പറഞ്ഞു, കപ്പക്കിഴങ്ങ് തിന്നിട്ടേ കുറച്ച് കഞ്ഞോളം കുടിക്കണം. ഞങ്ങളും കുറച്ചേ കുടിച്ചുള്ളൂ. നിന്റെ ആടിന് മുഴുവൻ വച്ചിരുന്നു. ഈ കപ്പക്കിഴങ്ങ് തിന്നിട്ട് കഞ്ഞിവെള്ളം കുടിക്കണമെന്ന് പറഞ്ഞല്ലോ. കപ്പക്കിഴങ്ങ് എപ്പോൾ തിന്നുന്നു? തിരക്കിയപ്പോഴല്ലേ ദയനീയ രഹസ്യം മനസ്സിലാകുന്നത്. ഉമ്മ, ആനുമ്മ, ഐശോമ്മ, കുഞ്ഞാനുമ്മ ഇത്രയും പേർ നേരാം വണ്ണം ചോറുണ്ണാറില്ല. എന്ന് വെച്ചാൽ അവർക്ക് കിട്ടാറില്ല എന്നർത്ഥം. ആണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും മാത്രമേ ചോറുള്ളൂ. ബാക്കിയുള്ളവർ കപ്പക്കിഴങ്ങ് തിന്നു ജീവിക്കുന്നു. പകൽ 11 മണിയോടെ പൂളക്കിഴങ്ങ് ഉണങ്ങിയത് ഇടിച്ചു പൊടിച്ച് തേങ്ങാപ്പീരയും ഉപ്പും ചേർത്ത് പുഴുങ്ങി പൂട്ടാക്കി തിന്നും. ഒരു നുള്ളു തേയില, അത് മിക്കപ്പോഴും സുലൈമാൻ കൊടുക്കുന്നതായിരിക്കും. ചൂടുവെള്ളത്തിലിട്ട് പഞ്ചസാരയോ പാലോ കൂടാതെ കുടിക്കും. എന്നിട്ട് ജോലിയാണ്. എല്ലാവർക്കും പിടിപ്പതുണ്ട്. ആണുങ്ങൾ ഉണ്ണാൻ സമയത്തേ വരൂ.
പെണ്ണുങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. ഇതെൻ്റെ വീട്ടിൽ മാത്രമുള്ളതല്ല, മിക്ക എല്ലാ ഇടത്തരക്കാരുടെ വീടുകളിൽ ഇതാണ് അനുഭവം. സ്ത്രീകൾ മഹനീയമായ സേവനമനുഷ്ഠിക്കുന്നു. ഇതെന്തുകൊണ്ട് പുരുഷന്മാർ അറിയുന്നില്ല? അബ്ദുൽ ഖാദറിൻ്റെ കെട്ടിയോൾ കുഞ്ഞാനുമ്മായുടെ ശബ്ദം കേട്ടു. പാത്തുമ്മ താത്ത, ആട് പെറുമ്പ ഞങ്ങളെ മറക്കല്ലേ, സുബൈദാക്ക് കുറച്ച് പാല് കൊടുക്കണം. ഹനീഫായുടെ കെട്ടിയോൾ ഐഷോമ്മ ഗൗരവത്തിൽ ചോദിച്ചു. എൻ്റെ റഷീദിന് പാല് കുടിച്ചാൽ ഇറങ്ങുകയില്ലേ? സുലൈമാൻ്റെ കെട്ടിയോൾ ആനുമ്മ ലേശം പരിഹാസത്തോടെ പറഞ്ഞു. സയ്യിദ് മുഹമ്മദിനും പാല് കുടിച്ചാൽ വലിയ കുറച്ചിലൊന്നും വരാനില്ല. ആനുമ്മ സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, സാമാന്യം വിദ്യാഭ്യാസവുമുണ്ട്. പാത്തുമ്മ ചേടത്തിയാണെങ്കിലും വിദ്യാഭ്യാസം കുറവാണ്. അതുകൊണ്ട് പാത്തുമ്മ ലേശം ദേഷ്യത്തോടെ പറഞ്ഞു. മതി മതി, നിന്റെ തൊലി പൊളിച്ചുള്ള പഴക്കം. കുറെ കഴിഞ്ഞ് ഞാൻ പതുക്കെ മുറിയിലേക്ക് കടന്ന് ചെന്നപ്പോൾ പാത്തുമ്മായുടെ ആടുണ്ട് എൻ്റെ പെട്ടിപ്പുറത്തിരുന്ന നേന്ത്രപ്പഴം 2 വായിലാക്കിയിരിക്കുന്നു. പാത്തുമ്മായുടെ ആടു തന്നെ. ആട് കിഴക്ക് വശത്തുള്ള വാതിലിൽ കൂടി കടന്നതാണ്. അതടയ്ക്കാൻ ആനുമ്മ മറന്നുപോയതുമാണ്. ഞാൻ വിളിച്ചു പറഞ്ഞു, ആനുമ്മ, പാത്തുമ്മ ഓടിവാ, നിങ്ങളുടെ ആട് ഏത്തപ്പഴം തിന്നുന്നു. ആനുമ്മായും പാത്തുമ്മായും ഓടി വന്നു. ആനുമ്മായ്ക്ക് സന്തോഷമായി. അവൾ പറഞ്ഞു, ഇത് ഇത്താത്താട് ആടാണ്. പോട്ടെ കാക്ക. പാത്തുമ്മ ദീനതയോടെ എന്നെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. ഞാൻ 2 മേടിച്ചു തരാം, അതിൻ്റെ വിശപ്പ് കൊണ്ടാ. ആനുമ്മ പറഞ്ഞു, എന്ത് തിന്നാലും വിശപ്പ് കെടുകില്ല, എൻ്റെ ആടിൻ്റെ പുല്ല് അത് കട്ടു തിന്നും. പാത്തുമ്മയ്ക്ക് സഹിക്കാൻ കഴിയുമോ? പാത്തുമ്മ പറഞ്ഞു, മതി മതി, നിൻ്റെ ആടിൻ്റെ ഒരു പുല്ല്. ഞാൻ പറഞ്ഞു, സാരമില്ല, നീ കുട്ടികൾക്കെല്ലാവർക്കും ആട്ടും പാല് കൊടുക്കണം. എങ്ങനെ കാക്ക കൊടുക്കുന്നത്? എന്തെല്ലാം ആവശ്യമുണ്ട്. പാല് വിട്ടിട്ട് വേണം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വാതിൽ നന്നാക്കാൻ. എന്തു ചെയ്യും? പാത്തുമ്മയും കൊച്ചുണ്ണിയും ഖദീജയും താമസിക്കുന്ന വീടിൻ്റെ വാതിൽ കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. അത് നന്നാക്കണം. അപ്പോഴോ? വീട്ടിനുള്ളിലുള്ള പെണ്ണുങ്ങൾക്കെല്ലാം ഞാൻ പോകുന്നതിന് മുൻപ് ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ചോറ് കൊടുക്കണം. അതിന് പണം എവിടെ? എൻ്റെ പക്കൽ ഒറ്റ കാശ് പോലുമില്ല. ഉണ്ടായിരുന്നത് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. വീതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയാണ്. നേരെ പറഞ്ഞാൽ എല്ലാവരും പിടിച്ചു പറിച്ചു. എന്നിട്ട് എന്നെ അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. ഓർക്കുമ്പോൾ ദേഷ്യം വരും. ഞാൻ എന്തെല്ലാം കൊടുത്തു. രൂപ കൊടുത്തു, പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു, ഗ്ലാസുകൾ വാങ്ങിച്ചു കൊടുത്തു, പെണ്ണുങ്ങൾക്ക് തലയിലിടാൻ തട്ടം മുണ്ടുകൾ വാങ്ങിച്ചു കൊടുത്തു. ഇതെല്ലാമായിട്ടും ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല എന്ന മട്ടിലാണ് എല്ലാവരുടെയും പെരുമാറ്റം. ശുണ്ഠി അങ്ങനെ മൂക്കത്ത് വന്നിരിക്കുകയാണ്. അനങ്ങിയാൽ ഞാൻ തട്ടിക്കയറും. അബുവിനെ ചീത്ത പറയും, ഹനീഫായെ ചീത്ത പറയും, അബ്ദുൽ ഖാദറിനെ ചീത്ത പറയും. ഹനീഫായുടെയും അബ്ദുൽ ഖാദറിൻ്റെയും സുലൈമാൻ്റെയും മക്കളെ തല്ലും. പാത്തുമ്മായുടെ മകൾ ഖദീജയെ തല്ലാറില്ല. അവളെ വെളിച്ചത്തൊന്നും കാണാത്തതുകൊണ്ടാണ്. തോന്നിയത് പറയുന്ന കൂട്ടത്തിൽ എല്ലാ പെണ്ണുങ്ങളെയും പെടുത്തും, പ്രത്യേകമായി അനിയന്മാരുടെ ഭാര്യമാരെ. എൻ്റെ ഒച്ച അങ്ങനെ പൊന്തി വരുമ്പോൾ വീട് ശാന്തം. ഞാൻ അങ്ങനെ ഇരിക്കും. പാത്തുമ്മായുടെ ആട് മുറ്റത്ത് നിൽപ്പുണ്ട്. ഉണങ്ങിയ പ്ലാവില തിന്നുകയാണ്. തിന്ന് വയറു നിറയ്ക്കട്ടെ. പ്രസവിച്ചാൽ ധാരാളം പാലുണ്ടാവും. സുബൈദ, റഷീദ്, ഖദീജ, അബി, സയ്യിദ് മുഹമ്മദ്, പാത്തുക്കുട്ടി എന്നിവർ കുറേശ്ശെ പാല് കുടിക്കുന്നത് നന്ന്. പക്ഷെ പാല്, നെയ്യ് ഇതൊന്നും എൻ്റെ വീട്ടിൽ ആരും ഉപയോഗിക്കാറില്ല. നെയ്യ് ഞാൻ തിന്നുന്നുണ്ട്, പാല് ഞാൻ കുടിക്കുന്നുണ്ട്. എൻ്റേത് ഒരു സ്പെഷ്യൽ കേസാണ് അവിടെ. നെയ്യുടെയും പാലിൻ്റെയും സംഗതി പറഞ്ഞപ്പോഴാണ് ഒരു സംഭവം ഓർമ്മ വരുന്നത്. ഒരു 10-25-30 കൊല്ലം മുൻപ് നടന്ന സംഭവമാണ്. മക്കളായി ഞാനും അബ്ദുൽ ഖാദറും ഹനീഫായും പാത്തുമ്മായും മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ആനുമ്മായെ അന്ന് ഉമ്മ പെറ്റിട്ടുണ്ടോ എന്ന് സംശയം. അബു തീരെ ഇല്ലായിരുന്നു. വീട്ടിൽ പശുക്കറവയുണ്ട്. പാലും തൈരും സുലഭം. ബാപ്പായ്ക്കന്ന് വഞ്ചിക്കച്ചവടമുണ്ടായിരുന്നു. തടിക്കച്ചവടത്തിനിടയ്ക്ക് മലകളിൽ നിന്ന് തടി വെട്ടിച്ച് അവിടെ വച്ച് തന്നെ വഞ്ചിയാക്കി നദികളിലൂടെ പറ്റം പറ്റമായി കൊണ്ടുവന്ന് ഉള്ളാടന്മാരെ കൊണ്ട് ചെത്തിച്ച് മൊത്തക്കണക്കിൽ വലിയ സംഖ്യയ്ക്ക് കൊച്ചിയിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു പതിവ്. അന്ന് വീട്ടിൽ എപ്പോഴും നെയ്യുണ്ടായിരിക്കും. മഞ്ഞരാശിപ്പിൽ വലിയ മണൽത്തരികൾ പോലുള്ള നെയ്യ്. അതൊരു വലിയ പളുങ്ക് ഭരണി നിറയെ അങ്ങനെ ഇരിക്കെയാണ്. കുടയത്തൂർ മലകളിൽ
കുറുന്തോട്ടി തിന്ന് അങ്ങനെ വളർന്ന പശുവിൻ്റെ നെയ്യാണത്. ഇങ്ങനെ ബാപ്പ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. നെയ്യ് ഭരണിയുടെ അടുത്ത് തന്നെ പളുങ്ക് ഭരണിയിൽ പഞ്ചസാരയുമുണ്ട്. രണ്ടും മൂലപ്പലകയിലാണ്. ചോറിലും പലഹാരത്തിലുമൊക്കെ ചേർത്ത് നെയ്യ് അങ്ങനെ കഴിക്കാറുണ്ട്. ആ കാലത്ത് ബാപ്പായുടെ കൈകൊണ്ട് ഞാൻ ധാരാളം തല്ലുകൊള്ളുമായിരുന്നു. അബ്ദുൽ ഖാദറിന് തല്ലു തീരെ ഇല്ല. എനിക്ക് മാത്രം സുലഭമായി തല്ല്. ചിലപ്പോൾ കാരണം കാണും, ചിലപ്പോൾ കാരണം കാണുകയില്ല. അച്ഛനമ്മമാർ മക്കളെ തല്ലും, അമ്മമാരും തല്ലും. ഓ, എൻ്റെ ഉമ്മായും എന്നെ തല്ലിയിട്ടുണ്ട്. കയ്യിലിൻ്റെ കണ വച്ച് അടിച്ചടിച്ചെന്നെ അടുക്കളയിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ തിന്നണം, അടുക്കളയിൽ കയറി വല്ലതുമൊക്കെ കൈയിട്ട് വാരി തിന്നും. അങ്ങനെ അബ്ദുൽ ഖാദറും തിന്നിട്ടുണ്ട്. പക്ഷെ ആരും വിശ്വസിക്കുകയില്ല. അവൻ കട്ടു തിന്നാലും അത് ഞാനാണ്, അടി എനിക്കു തന്നെ. അന്നൊരു നാളിൽ കാലത്തെ ചായയ്ക്കും ഉച്ചയ്ക്കൂടിനും ഇടയിലുള്ള ശുഭമുഹൂർത്തം. വിശപ്പ് കുറേശ്ശെ തോന്നിത്തുടങ്ങുന്നുണ്ട്. ലഘുവായി എന്തെങ്കിലുമൊക്കെ തിന്നാൻ പറ്റിയ സമയമാണ്. അടുക്കള ഭാഗത്തേക്ക് ഞാൻ ചെന്നു. അവിടെ ഉമ്മായുണ്ട്, വേലക്കാരിയുമുണ്ട്. വേലക്കാരിയുടെ പേര് നങ്ങേലി എന്നാണ്. ഈ നങ്ങേലിയും എന്നെ തല്ലിയിട്ടോടിച്ചിട്ടുണ്ട്. ഞാൻ കൊച്ചജമാനനാണ്. കൊച്ചജമാനനെ വേലക്കാരി തല്ലരുത്. ഈ ന്യായം അവിടെ നടപ്പില്ല. ഉമ്മായോട് പറഞ്ഞാൽ നന്നായിപ്പോയി, നീ കൈയിട്ട് വാരിയിട്ടല്ലേ എന്ന് പറയുകയുള്ളൂ. പോരെങ്കിൽ ഈ നങ്ങേലിയുടെ മുല ഞാൻ കുടിച്ചിട്ടുണ്ടത്രേ. അനേകം സുന്ദരികളായ മഹിളാരത്നങ്ങളുടെ മുല ഞാൻ കുടിച്ചിട്ടുണ്ട്. ഉമ്മായും മറ്റും പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. കണ്ട പെണ്ണുങ്ങളുടെ എല്ലാം മുല കുടിക്കുകയോ ഈ ഞാനോ? ചായ്. അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ചു, ഒരു പച്ചമാങ്ങ കടിച്ച് തിന്ന് കളയാം. പക്ഷെ അതും കിട്ടാൻ വഴിയില്ല. നങ്ങേലി പറയും, കുറേ നേരം അങ്ങനെ വിശന്നിരി, ഇപ്പം ഉണ്ണാം, അല്ലെങ്കിൽ വേണോ വീക്ക്. ഒന്നും മിണ്ടാതെ അങ്ങനെയൊക്കെ നടന്നു. പുരയ്ക്കകത്ത് കയറിയപ്പോൾ ഞാൻ പുതുതായ ഒരു കണ്ടുപിടുത്തം നടത്തി. നെയ്യും പഞ്ചസാരയും അടുത്തടുത്തിരിക്കുന്നു. രണ്ടും ഒരുമിച്ച് ചേർന്നാൽ ചില സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ അധികം താമസിച്ചില്ല. ഞാനൊരു കുഴിയൻ പിഞ്ഞാണം എടുത്തു. ആരും കാണാതെ ബാപ്പ കിടക്കുന്ന മുറിയിലെത്തി. നെയ് ഭരണി പതുക്കെ എടുത്ത് ബാപ്പായുടെ കട്ടിലിൽ വെച്ചു. അടപ്പ് പതുക്കെ ഊരി എൻ്റെ പരിശുദ്ധമായ കൈക്കൊണ്ട് നെയ്യ് വാരി പിഞ്ഞാണത്തിൻ്റെ പകുതി വരെ നിറച്ചു. എന്നിട്ട് നെയ് ഭരണി എടുത്ത് മൂലപ്പലകയിൽ വെച്ചു. പഞ്ചസാരയും അതുപോലെ കുഴിയൻ പിഞ്ഞാണത്തിൽ ധാരാളം ഇട്ടു. ഭരണികൾ രണ്ടും മൂലപ്പലകയിലായി. ആര് നോക്കിയാലും ഒരു മാറ്റവും വന്നതായി തോന്നുകയില്ല. ബാപ്പ എടുക്കുന്നത് പോലെ തന്നെയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ബാപ്പ സ്പൂൺ കൊണ്ടെടുത്തിട്ട് പതുക്കെ ഭരണികൾക്കകം ഒന്ന് നിരത്തിക്കളയും. അതുപോലെ ഞാൻ കയ്യും കൊണ്ടാക്കിയിട്ട് ബാപ്പായുടെ കട്ടിലിൽ ഇരുന്ന് നെയ്യും പഞ്ചസാരയും കൂടി കുഴച്ച് കുറേശ്ശെ വായിലിട്ട് കരുമുര ചവച്ചു തിന്നു. തരിപ്പഞ്ചസാരയാണ്, നന്നായി അലിഞ്ഞിട്ടില്ല. എങ്കിലും സ്റ്റൈലനായി തിന്നുകൊണ്ടിരുന്നു. അപ്പോൾ പതുക്കെ, വളരെ പതുക്കെ അടക്കിയുള്ള ഒരു ചോദ്യം. ഞാൻ ഞെട്ടിപ്പോയി. ചോദ്യകർത്താവ് അബ്ദുൽ ഖാദറാണ്. അവൻ അടുത്തു തന്നെ നിൽപ്പുണ്ട്. എങ്ങനെ, എപ്പോൾ ആ മുറിയിൽ വന്നു? ഒരു നിശ്ചയവുമില്ല. അവൻ പതുക്കെ ചോദിച്ചു, ഇക്ക എന്താ തിന്നണത്? ഞാൻ പതുക്കെ പറഞ്ഞു, ഒരു മരുന്ന്. ഞാൻ ഇക്കാടെ പുറകെ ഉണ്ടാർന്ന്. എല്ലാം ഞാൻ കണ്ട്. എനിക്കുന്താ അല്ലേ? ഞാൻ പറയവേ. വളരെ രഹസ്യമെന്ന വണ്ണം പതുക്കെ ഞാൻ ചോദിച്ചു, എടാ നീ എൻ്റെ അനുശനല്ലേ? നാ നിക്കുന്താ. ഞാൻ അവനും കൊടുത്തു. പാത്രം നക്കി ശുദ്ധമാക്കിയത് അവനാണ്. ഇനി ഞാൻ എടുക്കുകയില്ല. ഞാൻ പറഞ്ഞു, നീയും എടുക്കരുത്. ഇങ്ങനെ സമ്മതിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പാത്രം ഇരുന്നിടത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ലോകത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഞങ്ങൾ നടന്നു. ആ സംഭവം അതോടെ മറന്നു. പിന്നീട് നെയ്യും പഞ്ചസാരയും ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളത് പരമസത്യമാണ്. നെയ്യുടെ ഗുണമൊന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഒന്നുമില്ലാഞ്ഞപ്പോൾ നെയ്യും പഞ്ചസാരയും തിന്നുന്നേയുള്ളൂ. തിന്നാൻ പല സാധനങ്ങളും വീട്ടിലുണ്ട്. ചക്ക പഴുത്തതുണ്ട്, മാമ്പഴമുണ്ട്, ഇറച്ചി പൊരിച്ചത്, ഒരു ഭരണി ശിക്കാർ അലമാരിയിലുമുണ്ട്. ഞാൻ ഇതിനൊക്കെ ശ്രദ്ധ പതിപ്പിച്ച് അങ്ങനെ നടക്കുകയാണ്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഞാൻ ചുമ്മാ അടികൊണ്ട് തുടങ്ങിയിരിക്കുന്നു. അബ്ദുൽ ഖാദറിന് ദീനം കലശലും. അടികൊള്ളാൻ കാരണം നെയ്യ് ആരോ അളിച്ചു വാരി കട്ടു തിന്നുന്നുണ്ട്. ഭരണിയുടെ പുറത്തും കട്ടിലിലും രേഖകളുണ്ട്. ഞാൻ തല്ലുകൾ കൊണ്ടു.
അബ്ദുൽ ഖാദറിൻ്റെ ദീനമാണല്ലോ രസം. അവൻ അങ്ങനെ തകില് പോലെ വീർത്തു വരികയാണ്. എപ്പോഴും വെള്ളം കുടി, ഒന്നും തിന്നാൻ വയ്യ. പുള്ളക്കെന്തോ ദീനമാണ്. ഉമ്മായും നങ്ങേലിയും പറഞ്ഞു. ബാപ്പ കണിയാനെ വിളിക്കാൻ പോയി. കണിയാനാണ് അപ്പോഴത്തെ വലിയ വൈദ്യൻ. ആയുർവേദമാണ് സംഭവം. നോക്കണമല്ലോ. അപ്പോൾ ഉമ്മ അബ്ദുൽ ഖാദറിനെ താങ്ങി മടിയിൽ എടുത്തു വെച്ച് സങ്കടത്തോടെ തടവുകയാണ്. റബ്ബേ, എൻ്റെ പൊന്നിനെന്തു പറ്റി? നങ്ങേലി പറഞ്ഞു. ഷോ, എൻ്റെ പൊന്നും കടത്തിന് ഒന്നും വരല്ലേ. അബ്ദുൽ ഖാദർ യാതൊരു ക്ഷോഭവും കൂടാതെ ദീനമായി, തടിയനായി, പ്രമാണിയായി അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി. എടാ കള്ള, നീ ആ നെയ്യെല്ലാം കട്ടുതിന്ന് തടിയനായി അങ്ങനെ ഇരിക്കുകയാണല്ലേ എന്നൊരു ഭാവവും വരുത്തി. അവന് യാതൊരു കൂസലുമില്ല. കണിയാൻ വന്നു. അതു കഴിഞ്ഞ് വേറൊരു വൈദ്യനായ വേലൻ വന്നു. അതു കഴിഞ്ഞ് മുസ്ലിയാർ വന്നു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. നെയ്യ് കുറഞ്ഞ വന്നു. മുറ പോലെ തല്ലു ഞാൻ വാങ്ങി വന്നു. അബ്ദുൽ ഖാദർ തകിലനായി തന്നെ വന്നു. അവൻ മരുന്നൊന്നും കുടിക്കുകയില്ല. ആരും കാണാതെ അവൻ കളയും. വല്ലപ്പോഴും കുറേശ്ശെ ചോറുണ്ണും. അവൻ ദീനക്കാരനായതുകൊണ്ട് എല്ലാവരും അവനെ ലാളിക്കുന്നുമുണ്ട്. അവന് യാതൊരു ക്ഷീണവുമില്ല. അങ്ങനെ നടക്കും. കൊള്ളാമല്ലോടാ. ദിവസവും അവൻ നെയ്യും പഞ്ചസാരയും തിന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആരോട് പറയും? പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. ഒരു ദിവസം ഞാൻ അവന് കുറെ ഇറച്ചി പൊരിച്ചത് കൊടുത്തു. ഞാനത് ആരും കാണാതെ അലമാരിയിൽ നിന്ന് കട്ടെടുത്തതാണ്. അവൻ ഇറച്ചി വാങ്ങിച്ചു തിന്നു. ഞാൻ പറഞ്ഞു, എടാ, നീ എൻ്റെ അനുശനാണ്. നേര് പറ, നീ ഈ തകിലനായി തടിമാടനായി വന്നതെന്താണെന്നോ? നെയ്യും പംസാരയും തിന്നട്ടാ? പോയിക്കാക്ക, എനിക്ക് ദീനമാണെന്ന് പറഞ്ഞില്ലേ. ഇവൻ്റെ കളവ് പൊതുജന സമക്ഷം എങ്ങനെ കൊണ്ടുവരും? പറഞ്ഞാൽ ആര് വിശ്വസിക്കും? എങ്കിലും ഞാൻ ഉമ്മായോട് പറഞ്ഞു, നങ്ങേലിയോടും പറഞ്ഞു, നെയ്യും പഞ്ചസാരയും തിന്നു തീർക്കുന്ന പെരുങ്കള്ളൻ അബ്ദുൽ ഖാദറാണ്. പറഞ്ഞതുപോലെ തന്നെ ആരും വിശ്വസിച്ചില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധി കൊണ്ട് തന്നെ ഒരു സംഭവമുണ്ടായി. ഒരു വെള്ളിയാഴ്ചയാണ്. ബാപ്പ ജുമാ നിസ്കരിക്കാൻ പള്ളിയിൽ പോയിരിക്കുന്നു. ഉമ്മ കുറേ പെണ്ണുങ്ങളുമായി അടുത്ത വീട്ടിലിരുന്ന് പേർനോട്ടത്തിനിടയിൽ നാട്ടുവർത്തമാനങ്ങൾ പറയുകയാണ്. കൂട്ടത്തിൽ അബ്ദുൽ ഖാദറിൻ്റെ വിശുദ്ധ ദീനത്തെപ്പറ്റിയും പറഞ്ഞു. അതെല്ലാം കേട്ട് ഞാൻ വീട്ടിൽ വന്നു. നങ്ങേലി ഉറങ്ങുകയാണ്. അടുക്കളയിൽ കടന്ന് ഞാൻ ചില പരിശോധനകൾ നടത്തി. ചിലത് കൈയിട്ട് വാരി തിന്നു. എന്നിട്ട് പുരയ്ക്കകത്തു കൂടി വരാന്തയിലേക്ക് പതുക്കെ വരികയാണ്. ബാപ്പ കിടക്കുന്ന മുറിയിൽ എന്തോ ഒരനക്കം, ഒരു കരുമുരാ ശബ്ദം. ഞാൻ പതുക്കെ നോക്കി. ബാപ്പായുടെ കട്ടിലിൻ്റെ അടിയിലൂടെ 2 കാലുകൾ കണ്ടു. ഒന്ന് ശോഷിച്ച കാലാണ്. അബ്ദുൽ ഖാദർ നെയ്യും പഞ്ചസാരയും തിന്നുന്നു. ഞാൻ പതുക്കെ, വളരെ പതുക്കെ വെളിയിലിറങ്ങി ഓടി ഉമ്മായുടെ അടുത്ത് ചെന്നു. അബ്ദുൽ ഖാദറിൻ്റെ ദീനം കാണണോ? ഓടിവാ. എല്ലാവരെയും ഞാൻ കൊണ്ടുവന്നു. പതുക്കെ വാതിൽക്കൽ നിർത്തി. ഞാൻ അകത്തു കടന്ന് 2 വാതിലുകൾ ക്ഷണത്തിൽ തുറന്നു മലർത്തി. അബ്ദുൽ ഖാദർ കുഴിയൻ പിഞ്ഞാണത്തിൽ നെയ്യും പഞ്ചസാരയും തിന്നുകൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ പതുങ്ങിയിരിക്കുകയാണ്. അവനെ തൊണ്ടിയോടെ ഞാൻ പിടിച്ച് വെളിയിൽ കൊണ്ടുവന്നു. ഉമ്മ അച്ചാലും മുച്ചാലും അവനെ അടിച്ചു. ബഹളം കേട്ട് നങ്ങേലി ഉണർന്നു. സംഗതി അറിഞ്ഞു നങ്ങേലിയും അവനെ വീക്കി. ആ മനോഹര കാഴ്ച കണ്ടു ഞാൻ നിന്നു. ബാപ്പ വന്നപ്പോൾ ബാപ്പായും അവനെ അടിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവൻ ഒറ്റയ്ക്ക് എന്നോട് ചോദിച്ചു, ഞാൻ ഇക്കാടെ കൊച്ചനുശനല്ലേ, എന്തിനാ എന്നെ കാണിച്ചു കൊടുത്തത്? ഞാൻ പറഞ്ഞു, പെരുങ്കള്ള, നിനക്ക് വേണ്ടി എത്ര അടി ഞാൻ കൊണ്ട്. അപ്പ നീ ഓർത്തോ ഇക്ക ആണെന്ന്? പെരുങ്കള്ള. ഇതെല്ലാം ഓർത്ത് ഞാൻ തന്നെത്താൻ ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വൃദ്ധമാതാവ് വന്നു. മൂപ്പത്തി ചോദിച്ചു, നീ എന്താ ഇരുന്നു ചിരിക്കണത്? ഞാൻ പറഞ്ഞു, പഴയ ഒരു സംഗതി ഓർത്തു ചിരിച്ചു പോയതാ അബ്ദുൽ ഖാദർ. പണ്ട് നെയ്യും പഞ്ചസാരയും കട്ടുതിന്ന് തകിലനായിരുന്ന നീ അത് മറന്നില്ലേ? ഇല്ല. നിന്റെ കാശുണ്ടേ? 5 രൂപ താ. പാത്തുമ്മായുടെ ആട് കഞ്ഞിക്കലം പൊട്ടിച്ച്. വല്യ ഇക്കാക്ക, അത് ആനുമ്മാടെ ആടായിരിക്കും. ആനുമ്മ വന്ന് പറഞ്ഞു, എൻ്റെ ആടല്ല, ഇത്താത്താടെ ആട് തന്നെയാണ്. പാത്തുമ്മ പറഞ്ഞു, മതിയടി മതിയടി, വല്യക്കാക്ക ഇരിക്കണത് കണ്ടില്ലേ? നീ ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിര്. എൻ്റെ ആടാണെന്ന് നീ എങ്ങനെ അറിഞ്ഞ്? അതൊന്ന് പറഞ്ഞേ. ആനുമ്മ പറഞ്ഞു, ഞാൻ വലിയക്കാക്ക അറിയാൻ പറയുകയാണ്. ഇത്താത്താടെ ആട് വന്നാൽ ഉടനെ എൻ്റെ ആടിനെ ഞാൻ അകത്ത് കൊണ്ടുപോയി പിടിച്ചു കെട്ടും. ഇത്താത്താടെ ആട് എൻ്റെ ആടിൻ്റെ പുല്ലു കട്ടു തിന്നും, ഞങ്ങളുടെ കപ്പപ്പൂട്ട് കട്ടു തിന്നും.
ഞങ്ങളുടെ കടും ചായ അത് കട്ടുകുടിക്കും. പിള്ളേർക്കൊന്നും തിന്നാൻ കിട്ടുകില്ല. എല്ലാം ഇത്താത്താട് ആട് തിന്നും. പാത്തുമ്മ അപമാനിതയായി വീറോടെ പറഞ്ഞു. മതിയടി മതിയടി, നിന്റെ കക്കാത്ത ഒരാട്. നിനക്കെവിടുന്ന ആട്? ആനുമ്മ പറഞ്ഞു. ഓ, എത്രയോ അനിയത്തിമാർക്ക് ചേട്ടത്തിമാര് ആന കൊടുക്കുന്നു, പിന്നെയല്ലേ വിര പോലുള്ള ഒരാട്. പാത്തുമ്മയ്ക്ക് ഹാലിളകി. പാത്തുമ്മ പറഞ്ഞു. വല്യക്കാക്ക, ഉള്ളത് നിന്റെ നല്ല കാലം. അല്ലേ നിന്നെ ഞാൻ വെച്ചേക്കുവോ? എടി, പടച്ചോന് നിരക്കാത്തതൊന്നും പറയരുത്. എനിക്ക് 2 ആടുണ്ടായിരുന്നു. അതിലൊന്നിനെ എൻ്റെ പൊന്നനുശത്തിയായ നിനക്ക് തന്ന്. നീ അതൊന്നോർത്തേ? പാത്തുമ്മ എൻ്റെ അടുത്ത് വന്ന് പതുക്കെ ചോദിച്ചു. ഖദീജാട് കമ്മലിൻ്റെ കാര്യം മറന്നോ? ഞാനും പതുക്കെ പറഞ്ഞു. ഇല്ല. പാത്തുമ്മ പതുക്കെ ഉപദേശിച്ചു. ആരും അറിയണ്ട. ഉടനെ ആനുമ്മ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഇത്താത്ത രഹസ്യം പറഞ്ഞതെന്താ വല്യക്കാക്ക? പാത്തുമ്മ ഓടി വന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ലടി. ഇല്ല, ആനുമ്മ പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ഞങ്ങളാരും അറിയാതെ ഇത്താത്താക്ക് എന്തോ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വല്യക്കാക്ക എന്താ കൊടുക്കാമെന്ന് സമ്മതിച്ചത്? അപ്പോൾ അപ്പുറത്തു നിന്ന് 2 അശരീരികൾ ഒരുമിച്ചുണ്ടായി. അബ്ദുൽ ഖാദറിൻ്റെ കെട്ടിയോൾ ആനുമ്മായുടേതും ഹനീഫായുടെ കെട്ടിയോൾ ഐഷോമായുടേതുമാണ്. വല്ല പൊന്നോ പണ്ടോ ആണെങ്കിൽ ഞങ്ങളുടെ പുള്ളേരിക്കും വേണം. ഈ ഭൂതോദയം അവർക്കെങ്ങനെ ഉണ്ടായി എന്നെനിക്കറിഞ്ഞുകൂടാ. സ്ത്രീജനങ്ങൾക്ക് ഇങ്ങനൊക്കെ ഉണ്ടാകുമായിരിക്കാം. എന്നാൽ അത് കേട്ട ഉടനെ പാത്തുമ്മായ്ക്കും വീണ്ടും ഹാലിളകി. പാത്തുമ്മ പറഞ്ഞു. എടി ഖദീജ, ഞമ്മടെ ആടിനെ വിളി, ഞമ്മക്ക് പോകാ. ഇങ്ങനത്തെ മൂച്ചേട്ടകളാ ഇവിടെ. ഞമ്മക്കിഞ്ഞി ഈ വീട്ടിൽ കാലെടുത്ത് കുത്തണ്ട. ആനുമ്മായ്ക്ക് മനസ്സിലായി. അവൾക്ക് സന്തോഷമായി. അവൾ പറഞ്ഞു. റബ്ബേ, അത് തന്നെ, പൊന്നു തന്നെ. എന്താണ് വല്യക്കാക്ക കൊടുക്കാമെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രഖ്യാപിച്ചു. എല്ലാവരും അറിഞ്ഞോ? ഖദീജാക്ക് 2 കമ്മലാണ്. ഞാനത് പണിയിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കാൻ തന്നെ വിചാരിക്കുന്നുണ്ട്. എന്താ, വല്ലവർക്കും എതിരുണ്ടോ? ആനുമ്മ പറഞ്ഞു. വല്യക്കാക്ക, എനിക്കും വേണം 2 കമ്മല്. മതിയടി നിന്റെ കുശുമ്പ്. മതി. നീ നിന്റെ പുത്തൻ പെരയിൽ മാറി താമസിക്കുമ്പോൾ അവിടെ വേണ്ട പാത്രങ്ങളെല്ലാം വല്യക്കാക്ക മേടിച്ച് തരണോന്ന് നീ പറഞ്ഞിട്ടില്ലേ? അതൊക്കെ മേടിച്ച് തരാന്ന് വല്യക്കാക്ക സമ്മതിച്ചിട്ടില്ലേ? ഞാനിതൊക്കെ അറിഞ്ഞിട്ടുണ്ടടി. കേട്ടോടി അനുശത്തി. ഈ രഹസ്യം പാത്തുമ്മ എങ്ങനെ അറിഞ്ഞു? പെണ്ണുങ്ങളുടെ കാര്യമല്ലേ. സ്ത്രീജനങ്ങളുടെ ഉള്ളുകള്ളികൾ മണ്ടക്കെണേശന്മാരായ പുരുഷവൃന്ദങ്ങൾക്ക് എന്തറിയാം? ഡുങ്കു ഡുങ്കു. പാത്തുമ്മയുടെ ആട് കഥ തുടരും. നന്ദി.